ജീവിതത്തിൽ മെഡിസിൻ എടുക്കുക, ഡോക്ടർ ആവുക എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മുടെ കുട്ടികളെല്ലാവരും തന്നെ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് വരുന്നുണ്ടാവുക. ഇന്നത്തെ ഈ വീഡിയോയിൽ എൻ്റെ കൂടെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് നമ്മുടെ റാം നമ്മുടെ കൂടെ ഉണ്ട്. റാമിൻ്റെ കൂടെ ഇരുന്നിട്ട് ഇന്ന് നമ്മുടെ റെസിഡൻഷ്യലും ഓഫ്ലൈനുമായിട്ടുള്ള സിസ്റ്റങ്ങൾ, ക്ലാസ് റൂമുകൾ, ഹോസ്റ്റൽ പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എങ്ങനെയാണ് ഒരു 1 ഇയർ ഒരു സ്റ്റുഡൻറ്റ് സ്പെൻഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. സോ വീഡിയോ അവസാനം വരെ മുഴുവനായിട്ട് കാണാമെന്നുള്ളതാണ് ഒരു റിക്വസ്റ്റ്. രാമേ, ആക്ച്വലി നീ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തുടങ്ങുന്നതായിരിക്കും നന്നാവുക. നിൻ്റെ ഒരു അക്കാഡമിക് ജേർണി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ രാംകുമാർ, എൻ്റെ വീട് തൃശ്ശൂർ തന്നെയാണ്. അപ്പോൾ ഡോപ്പയ്ക്ക് ഒരു ഫ്രണ്ട് വഴിയാണ് അറിയണത്. ഇങ്ങനെ T&D ബാച്ച് എന്നുള്ളൊരു പുതിയ ബാച്ച് ഡോപ്പ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഡോപ്പേനെ പറ്റി അറിയണത്. അപ്പോൾ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോൾ ഈ ക്ലാസ് വീണ്ടും കേൾക്കണോ എന്നുള്ളൊരു നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം തന്നെ കേട്ടിട്ട് ടൈം കളയണ്ടല്ലോ. അപ്പോൾ അതിൽ വിളിച്ച് ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ പറഞ്ഞത് നോർമൽ ക്ലാസ്സസ് ഇല്ല, എക്സാംസ് ആണ് ഉണ്ടാവുക. ആ എക്സാംസിന് തെറ്റ് പറ്റിയത് സാർമാരെ അപ്പം തന്നെ ഡിസ്കസ് ചെയ്ത് തരും. അത്രയും ടൈം അങ്ങനെ കാലിക്കറ്റ് വന്നു. കാലിക്കറ്റാണ് അന്ന് T&D ബാച്ച് ഫസ്റ്റ് ലോഞ്ച് ചെയ്തത്. അപ്പം എന്ന് പറഞ്ഞാൽ ഹോസ്റ്റല് നമുക്ക് ഒരു സ്ഥലത്താണ്, അവിടെ നമുക്ക് ഓഫ്ലൈനിലാണ് നമ്മുടെ T&D ബാച്ച് സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞു. മെയിൻ ഡിഫറൻസ് ഒന്നുമില്ല, നമ്മളവിടെ ഇരുന്ന് പഠിക്കും, നമുക്ക് ഇന്ന ഷെഡ്യൂൾസ് തരും, ഇത്ര ടൈം തരും, ചാപ്റ്റേഴ്സ് തരും. അപ്പോൾ ആ ടൈമിനുള്ളിൽ നമ്മൾ പഠിക്കുക. എന്നിട്ട് ചില ബാച്ചസിന് ക്ലാസ് നടക്കുന്ന സമയത്ത് നമുക്ക് എക്സാം ആയിരിക്കും. ആ എക്സാമിൻ്റെ ഡിസ്കഷനും ആ എക്സാമിന് എന്തൊക്കെ തെറ്റ് പറ്റി അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് അത് മിനിമൽ ഒരു ടൈമിൽ നമുക്ക് ചെയ്തു തരും. എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്തു തരുന്ന രൂപത്തിലിരിക്കുന്നു. ശരിക്കും ഈ ഒരു ഓഫ്ലൈൻ ക്യാമ്പസിലുള്ള ക്ലാസ് പോകുന്ന ഷെഡ്യൂൾ, ബാക്കി കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയായിരുന്നു? അപ്പോൾ നമ്മൾ മോർണിംഗ് സാധാരണ നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടാവും. 6:30 നമ്മൾ മോർണിംഗ് ബാച്ച് ആണ്. അപ്പോൾ മോർണിംഗ് ബാച്ചിൽ നമ്മൾ കയറണം. എന്നിട്ട് 1.5 hour സെഷൻ ഉണ്ട്. ആ സെഷൻ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് 9 o'clock നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാ ഡേ സ്കോളേഴ്സും ബാക്കി അവിടെ അടുത്തുള്ള നമ്മുടെ ഓഫ്ലൈൻ സെഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? 9 o'clock. അപ്പോൾ സാറിൻ്റെ മോർണിംഗ് മീറ്റിംഗ് 8:45 നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 9 o'clock സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് 9 o'clock to 10 ഞങ്ങൾ T&D ക്ലാസ്സിന് 1 hour എക്സാം അല്ലെങ്കിൽ 1.5 hour എക്സാം അക്കോർഡിംഗ് ടു ചാപ്റ്റേഴ്സ് അങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 5 minute ഒന്ന് ബ്രേക്ക് തരും. അതിനുശേഷം നമ്മുടെ ഫാക്കൽറ്റീസ് വന്നിട്ട് എൻ്റെ ഡൗട്ട് ക്ലിയറൻസ് ഫസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഓരോന്നും നമുക്ക് അവരെ ലിമിറ്റഡ് ടൈം ഉണ്ടാവുള്ളൂ, പക്ഷെ അത് ഡിസ്കസ് ചെയ്ത് പോകും. ചിലപ്പോൾ 3 or 4 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനിടയിൽ നമ്മളെ ബ്രേക്കുകൾ സാധനങ്ങൾ 4 o'clock വരെ നോർമൽ, അതായത് ഓഫ്ലൈനിൽ എന്തായിരുന്നോ ബ്രേക്സ് അവൈലബിൾ, ഉച്ചയ്ക്ക് അവർക്ക് 1 o'clock ബ്രേക്ക് ഉണ്ടെങ്കിൽ അതേ തന്നെ T&Dക്കും ഡിഫറൻസ് ഒന്നുമില്ല. ആകെ ഡിഫറൻസ് വെച്ചാൽ എപ്പോൾ നമ്മൾ എന്ത് പഠിക്കുന്നു എന്ത് എഴുതുന്നു സാധനത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരി, അപ്പോൾ നീ ഇങ്ങനെ ഈ 3 സ്ട്രീമുകൾ, ഇപ്പോൾ ഓഫ്ലൈൻ, T&D അല്ലെങ്കിൽ റെസിഡൻഷ്യൽ, മേ ബി ഓൺലൈൻ എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെന്നുള്ള രൂപത്തിൽ ഇതൊക്കെ തമ്മിലുള്ള എന്ത് ഡിഫറൻസാണ് നീ കാണുന്നുണ്ടാവുക? ബേസിക്കലി ഇത് 3 നമുക്ക് സെയിം ആയിട്ട് പറയാം. നമുക്ക് എന്ത് പഠിക്കുന്നു, നമ്മൾ എവിടെ ഇരുന്ന് പഠിക്കുന്നു, നമുക്ക് എത്ര സ്പീഡ് ഉണ്ട്, ഇത് 3 ഇതിന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ വീട്ടിലിരുന്നിട്ട് ഇതേ ഷെഡ്യൂളിൽ പഠിക്കണം എന്നുള്ളവർ ഓൺലൈൻ ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ വീട്ടിലേക്ക് ഒന്ന് പോയി വരണം, പക്ഷേ സെയിം തന്നെ സ്പീഡിൽ തന്നെ പഠിക്കാന്നുള്ളൊരു ഓഫ്ലൈൻ ക്യാമ്പസ് യൂസ് ചെയ്യും. ഇനി അതൊന്നും ഒരു ഡിസ്ട്രാക്ഷനും വേണ്ട. കംപ്ലീറ്റ്ലി ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വേറെ ഒന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് റെസിഡൻഷ്യൽ ചെയ്യാൻ വേണ്ടി പറ്റും. അക്കാഡമിക് സിസ്റ്റങ്ങൾ നമ്മളെല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ ആയിരിക്കും പോകാന്നുള്ളതാണ്. നമുക്ക് ഇനി റാമിൻ്റെ കൂടെ തന്നെ റാം താമസിച്ചിരുന്നത് പോലത്തെ ഹോസ്റ്റലുകൾ, റെസിഡൻഷ്യൽ സിസ്റ്റം എങ്ങനെയാണ് നടക്കാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഹോസ്റ്റലുകൾ ഓരോന്നായിട്ട് വിശ്വസിക്കും. ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ റെസിഡൻഷ്യലിൻ്റെ ക്ലാസ് റൂമിൻ്റെ ഉള്ളിലാണ്. ഡോപ്പ റെസിഡൻഷ്യലിൻ്റെ തൃശ്ശൂർ ക്യാമ്പസാണിത്. ഇതുപോലെ തന്നെയാണ് എല്ലാ ക്യാമ്പസുകളും നമുക്ക് ഉണ്ടാവാറുള്ളത്. ഒരു 100-120 കുട്ടികളൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ റാം റെസിഡൻഷ്യലിൽ താമസിച്ച ക്ലാസ് റൂമും സെയിം അല്ലേ? ഇങ്ങനെ തന്നെ ഇരുന്നുണ്ടായിരുന്നില്ല, സെയിം സാധനങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു നിൻ്റെ ഒരു ഡേ? വെൻ ആർ യു സ്റ്റാർട്ടിങ്? എത്ര മണിക്ക് തുടങ്ങും? എങ്ങനെയാണ് ഒരു ഡേ പ്രോഗ്രസ് ചെയ്ത് രാത്രി ഉറങ്ങുന്നത് വരെ എത്തിയെന്നുള്ള കാര്യം എന്ന് പറഞ്ഞത്? ഡോപ്പയ്ക്ക് ഫസ്റ്റ് വന്നപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മൾ കേൾക്കുന്നത്. അതായത് നമ്മൾ എണീച്ച് ഒരു ടൈം മുതൽ ഒരു ടൈം വരെ ഫുൾ ഒരു ക്ലാസ്സിൽ നിന്ന് നമ്മുടെ മെറ്റീരിയൽസും പഠിപ്പുമായിട്ട്, അതായത് ടാബ്ലറ്റ് ക്ലാസ്സസ്, നമ്മുടെ കോഡ് ബ്ലൂ, അങ്ങനത്തെ എല്ലാ സെഷൻസും ആയിട്ട് നമ്മൾ ഒരു ഹോളിൽ ഇരുന്ന് പഠിക്കുന്ന സിസ്റ്റമാണ് നമ്മൾ ഡോപ്പയിൽ. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ കണ്ട്. വേറെ എല്ലായിടത്തും നമ്മൾ ക്ലാസ്സസ് ആയിരുന്നു കണ്ടിരുന്നത്. പക്ഷെ ഡോപ്പയിൽ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് 2 ബാച്ചസ് ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ഫസ്റ്റ് മോർണിംഗ് ബാച്ചും നൈറ്റ് ബാച്ച്. മോർണിംഗ് ബാച്ച് എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് രാവിലെ എത്ര നേരത്തെ വേണമെങ്കിലും ഇരിച്ചിട്ട് പഠിക്കാനുള്ളത് പറ്റും, പക്ഷെ അധികം വൈകിട്ട് ഇരിക്കാനും പറ്റില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് മോർണിംഗ് ബാച്ച്. അതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് വെച്ചാൽ നമ്മൾ 6:30 കമ്പൽസറി ആയിട്ടും സ്റ്റഡി ഹാളിൽ കയറണം. അപ്പോൾ നമുക്ക് നമ്മുടെ ടാബ് യൂസ് ചെയ്യാം, നമ്മുടെ ബുക്ക് യൂസ് ചെയ്യാം. സെൽഫ് സ്റ്റഡി, മെയിൻ സെൽഫ് സ്റ്റഡിയാണ്. ക്ലാസ്സസ് സെപ്പറേറ്റ്ലി നമുക്ക് വീക്കിലിയോ അതോ ഇത്ര ഡേയ്സിനുള്ളിൽ നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സസ് നമുക്ക് വരും.
അതിനുശേഷം നമുക്ക് 6 to 8 മണി വരെ ഫസ്റ്റ് സെഷൻ. അതായത് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ സെൽഫ് സ്റ്റഡി, അതായത് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം, നമുക്ക് തിയറി പഠിക്കാം, നമുക്ക് ക്ലാസ്സസ് ഏതെങ്കിലും പെൻഡിങ്, അതായത് നമ്മുടെ ടാബിൽ അവൈലബിൾ ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് ഏതെങ്കിലും പെൻഡിങ്ങിൽ ഉണ്ടെങ്കിൽ അത് ഷെഡ്യൂൾ അനുസരിച്ച് നമുക്കത് കണ്ടു തീർക്കാം. 6 to 8 മണിയാണ് നമ്മുടെ ഫസ്റ്റ് സെഷൻ. 8 മണിക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാം, അതായത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈം സ്റ്റാർട്ട് ചെയ്യാം. 8 മണി to 8:30 നമുക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബാത്റൂമിലോ വാഷ്റൂമിലൊക്കെ പോയിട്ട് വേണമെങ്കിൽ 8:45 നമ്മൾ സെക്കൻഡ് സെഷൻ, അതായത് സാറിന്റെ മോർണിംഗ് മീറ്റിംഗിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 9 മണിക്ക് നമുക്ക് പിന്നെയും നമ്മുടെ ക്ലാസ്സസ് തുടങ്ങും. ക്ലാസ്സസ് എന്ന് വെച്ചാൽ സെയിം, നമ്മുടെ ടാബിൽ അവൈലബിൾ ആയിട്ട് ക്ലാസ്സസ് ഉണ്ടാവും. നമ്മുടെ കോർഡിനേറ്റേഴ്സ് നമുക്ക് ഇന്ന ഡയറക്ഷൻസ് തരും, ഇത്ര വീഡിയോസ് കണ്ടു തീർക്കണം, ഇത്ര കോഡ് ബ്ലൂ ക്വസ്റ്റ്യൻസ് ചെയ്യണം, അല്ലെങ്കിൽ അന്ന് എന്തുണ്ടാവും നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു ലൈവ് സെഷൻ ക്ലാസ് ഉണ്ടാവും. ഞാൻ നിന്നെ ഒരു സാധനം പ്രസന്റ് ചെയ്ത് തരാം. ഇത് ആക്ച്വലി ഇത് റാമു ശരിക്കും കാണാത്തൊരു സാധനമായിരിക്കും നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു സാധനം എന്ന് പറഞ്ഞത്. ദിസ് ഈസ് നമ്മുടെ അക്കാഡമിക് പ്ലാനാണ്, ഒരു ഇയർ പ്ലാനാണ്. ഇയറിൽ ഓരോ മാസത്തിലും ചാപ്റ്റേഴ്സ് എങ്ങനെയാണ്, മെയ് ടു ഡിസംബർ എങ്ങനെ പോകണം, ജാൻ ടു ഫെബ്രുവരി എങ്ങനെ പോകണം എന്നുള്ള ഒരു ടോട്ടൽ ആയിട്ടുള്ളൊരു പ്ലാനാണ് ഉണ്ടാവുക. നിങ്ങൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ടാവുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ 3 പ്ലാനുകളായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ദിസ് ഈസ് ലൈക്ക് മന്ത്ലി പ്ലാൻ, സെയിം പ്ലാനാണ്. ഇത് എങ്ങനെയാണ് നിങ്ങളൊരു മന്ത്ലി പ്ലാൻ സാധനങ്ങൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ ഒരു 14 ചാപ്റ്റേഴ്സ്, 12 മുതൽ 14 ചാപ്റ്റേഴ്സ് വരെ ഇതുപോലെ തന്നെ പ്രിന്റഡ് ആയിട്ട് ഓരോ ക്യാമ്പസിൻ്റെ നോട്ടീസ് ബോർഡിലേക്കും ഓരോ കുട്ടികളുടെ ടാബിലേക്ക് ഗ്രൂപ്പിലേക്കും എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടാവും. പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതുപോലെ ഇത് വീക്ക്ലി പ്ലാൻ, അതായത് നമ്മൾ ഒരാഴ്ച നമുക്ക് എന്താണ് ടാർഗറ്റ് എന്നുള്ളത് തരുന്നുണ്ടാവും. അത് ആഴ്ചയിൽ കാണേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ക്ലാസ്സുകൾ ഏതെല്ലാമാണ്, എക്സാമുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ഡേറ്റിലുണ്ടാവുക, ഇനി ക്ലാസ് എടുക്കാൻ വരുന്ന ഫാക്കൽറ്റിയുടെ പേരടക്കം, ഏത് ഫാക്കൽറ്റി ആയിരിക്കും അറ്റൻഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളടക്കം ഉണ്ടാവുന്നുണ്ടാവും. പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നു ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം എന്നുള്ളൊരു കാര്യം അല്ലേ, ഡെയിലി ഷെഡ്യൂൾ എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിടക്കുന്നുണ്ടോ. അപ്പോൾ ഈ ഡെയിലി ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു റാം പറഞ്ഞു നിർത്തിയത് എനിക്ക് തോന്നുന്നു രാവിലെ 8:45 മുതൽ 1 മണി വരെയുള്ള സെഷനാണ്. അതിനുശേഷം നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള ബ്രേക്ക് ആണ്. 1:30 വരെ നമുക്കൊരു ബ്രേക്ക് എടുക്കാം, ബാത്റൂമിലൊക്കെ പോകുന്നവർക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് സെഷൻ ആയിട്ട് പറയാം, കാരണം നമ്മൾ നീറ്റ് എക്സാം നടക്കുന്ന ഒരു ടൈം നമ്മൾ ഒരിക്കലും ഒരു ബ്രേക്കോ ബ്രെയിനിന് ബ്രേക്കോ കൊടുക്കാൻ പറ്റാത്ത സെഷൻ 2 to 5, അതായത് 4 നമുക്കൊരു 5 മിനിറ്റ് വാഷ്റൂം ബ്രേക്ക് ഉണ്ടാവും, എന്നാൽ 2 to 5:30. എങ്ങനെയായിരുന്നു നിന്റെ ഒരു നീറ്റ് എക്സാം ഹാൾ? ആ ഡേയിൽ നിങ്ങൾക്ക് ഉറക്കം വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും നമ്മൾ ഫസ്റ്റ് മുതലേ ആ ടൈമിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നിൽക്കുന്ന സാധനങ്ങൾ ഉണ്ടാവുക. ഈ 5:30 നമ്മളെ സെഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? നമുക്ക് ഒഫീഷ്യലി 7 o'clock വരെ നമ്മുടെ പ്രയേഴ്സ് ഉണ്ട്, നമുക്ക് വൈകിട്ട് കുളിക്കുന്നവർക്ക്, അതായത് വൈകിട്ട് വാഷ് ചെയ്യുന്നവർക്കൊക്കെ ടൈം ഉണ്ട്. പിന്നെ നമ്മൾ ഡെയിലി ലോണ്ട്രി, അതായത് അലക്കാനും ഇതൊക്കെ, അപ്പോൾ അതിന് കുറച്ച് ടൈം വേണമെങ്കിൽ ഒരു 10-20 മിനിറ്റ് അതിന് സ്പെൻഡ് ചെയ്യാം. പിന്നെ നമ്മളിപ്പോ വെള്ളം നിറയ്ക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ബ്രേക്കിനൊന്നും പോകാണ്ട് വെള്ളം നിറച്ചുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സമയം 5:30 to 7 ഉണ്ടാവും. പിന്നെ 7 to 8 വരെ ഒരു കണ്ടിന്യൂസ് സെഷൻ, പിന്നെ ഫുഡ് ഡിന്നർ, പിന്നെ അപ് ടു 10:30 വരെയുള്ള മോർണിംഗ് സെഷനുള്ള പെർമനന്റ് ടൈം. ഇനി നൈറ്റ് സെഷൻ ആണെങ്കിൽ രാവിലെ 8:45 കമ്പൽസറി ആയിട്ട് കയറാം. അതിന് മുന്നേ കയറണമെങ്കിൽ കയറാം. ഈ 10:30 എന്നുള്ള ടൈം മാറിയിട്ട് 1 o'clock വരെ കമ്പൽസറി. അതിന് ശേഷിരിക്കുന്നവർക്ക് ഇരിക്കാം. നിനക്ക് ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് പോയ ആളുടെ പേര് അറിയില്ല, ആരായിരുന്നു ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് പോവാ? അമീനസനൊക്കെ ലാസ്റ്റ് പോവാ. തുടക്കത്തിൽ വരുന്ന ആളാരായിരുന്നു? ക്രിസ്റ്റിയാണ്. അത് വന്നിട്ട് ഇത് ആൾക്കാരെന്ന്. സോ ദിസ് ഈസ് ദ സ്റ്റുഡന്റ് കലണ്ടർ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് മെന്റർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ മാസത്തിലും അവരുടെ പ്രോഗ്രസും എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു, എങ്ങനെയാണ് അത് നല്ലൊരു കാര്യം. കാരണം നമ്മൾ ഇപ്പോൾ ഒരു മാസത്തിൽ ഇപ്പോൾ പെർ ഡേ 200 ക്വസ്റ്റ്യനിൽ തുടങ്ങിയ ഒരു കുട്ടി പിറ്റത്തെ മാസം നോക്കുമ്പോൾ 200 ഉള്ളു നമുക്ക് 250-300 എത്തിക്കാന്നുള്ളൊരു കറക്റ്റ് കാൽക്കുലേഷൻ നമുക്കിത് യൂസ് ചെയ്യാം, നമ്മുടെ പ്രോഗ്രസ് കൃത്യമായിട്ട് കാണാനും പറ്റും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പേരൻസിനും കൂടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനമാണ്. നമ്മുടെ ഇതിപ്പോൾ കുട്ടികളുടെ കൂടെ ഉണ്ടാവും. ഒരു പേരന്റിന് വൺസ് അവരുടെ പ്രോഗ്രസ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമ്പസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് കാണാനും കോർഡിനേറ്റർ അവിടെ ചെക്ക് ചെയ്യാനും പറ്റും. കോർഡിനേറ്റേഴ്സ്, നമ്മുടെ ക്ലാസ് റൂം കോർഡിനേറ്റേഴ്സ് എവറി ഡേ ഇതിനകത്ത് എൻട്രീസ് വെക്കുന്നുണ്ടാവും. ഓരോ ദിവസവും ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനും ബാക്കി കാര്യങ്ങൾ അവർ നോക്കി കൗണ്ടർ സൈൻ ചെയ്ത് പോകുന്നതായിരിക്കും. ഓൺലൈനിൽ കുട്ടികൾക്ക് ഈ സ്റ്റുഡൻറ്റ് ഡയറി എന്ന് പറയുന്നത്, സ്റ്റുഡൻറ്റ് കലണ്ടർ എന്ന് പറയുന്ന സാധനം മെയിൻറ്റെയിൻ ചെയ്യുന്നത് പേരൻസിൻ്റെ കയ്യിലായിരിക്കും. ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇതിനെ പറ്റിയിട്ട് നിൻ്റെ അഭിപ്രായം എന്താണെന്ന് പറയണം കേട്ടോ. ഇതൊരു കുട്ടി ബുക്കാണ്, ചെറിയൊരു സാധനം, ഒരു ഷെഡ്യൂളിൻ്റെ സാധനം. ഇതിൻ്റെ എന്താ പറയാന്നുള്ളവരും കിട്ടുമല്ലോ. നമ്മുടെ ഡോപ്പേൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്നാണെങ്കിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും ഹൈലൈറ്റ് ഇപ്രാവശ്യത്തെ നീറ്റിന് കുറേ ഡോപ്പയിൽ റിസൾട്ട് ഉണ്ടാവാൻ കാരണം ഈ ഒരു പെർഫെക്റ്റ്ലി പ്ലാൻഡ് റിവിഷൻ ഐഡിയ ആണ്. ഇത് നമ്മുടെ റിവിഷൻ, അതായത് നമ്മളെ ജാനുവരി മുതൽ മെയ് വരെ നീണ്ടു നിന്ന് ഓരോ ദിവസം ഏതൊക്കെ ചാപ്റ്റേഴ്സ് എന്തൊക്കെ ചെയ്യണം, എത്ര ടൈം കളയണം, എത്ര എക്സാംസ് എഴുതി, അപ് ടു 120-130 എക്സാംസ് നമ്മളിതിൽ എഴുതും. അതായത് ഈ വർഷത്തെ എക്സാമിന്
നമ്മൾ എന്തൊക്കെ ചെയ്തു, അതായത് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു, നമ്മുടെ ഓരോ സ്റ്റെപ്പ്. ഇത് ആക്ച്വലി എന്ന് വെച്ചാൽ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ കുട്ടികളിലേക്ക് കൊടുക്കുന്നുണ്ടാവും. സോ ഇങ്ങനെ പറയാണ്, നമുക്കൊരു ഇയർലി പ്ലാൻ ഉണ്ട്. സോ ഓരോ കുട്ടിയും ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ കുട്ടിയുടെയും നെക്സ്റ്റ് നീറ്റ് എക്സാം വരെയുള്ള ഫുൾ ഡേയ്സിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്യുകയും സ്റ്റുഡൻറ്റ് കലണ്ടേഴ്സ് സാധനങ്ങൾ വെച്ചിട്ട് കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യുകയും കോർഡിനേറ്റേഴ്സ് പോലെയുള്ള ആൾക്കാർ, മെൻറ്റേഴ്സ് പോലെയുള്ള ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ട്. ഇനി ലാസ്റ്റ് ഫൈനലി ഈ ക്ലാസ് റൂമിൽ ആക്ടിവിറ്റിയുടെ പാർട്ടായിട്ട് ഒരു സ്റ്റഡി മെറ്റീരിയലും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. സോ ഇതാണ് നമ്മുടെ ഒരു സാധനം ഉണ്ടാവുക. സോ വാട്ട് അബൌട്ട് ദിസ് തിങ് റാം, നിന്റെ ഒരു ഒപ്പീനിയൻ നിനക്ക് പറയാൻ വേണ്ടി പറ്റും? ഡോപ്പേൻ്റെ ഒഫീഷ്യൽ മെറ്റീരിയൽ കോഡ് ബ്ലൂ. അപ്പോൾ ഇതിലിപ്പോൾ എല്ലാ ക്വസ്റ്റിനും എളുപ്പമുള്ളതാണോ? ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പരാതിയാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങൾ ഉണ്ടെന്നാ പറയാൻ. ആദ്യമൊക്കെ കുറെ ഈസി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സ്റ്റാർട്ടിങ് പിന്നെ ചാപ്റ്റർ എത്തുന്നതോറും ക്വസ്റ്റ്യൻസിന് ലെവൽ കൂട്ടി അവസാനമൊക്കെ എത്തും നല്ല ലെവൽ ക്വസ്റ്റ്യൻസ്. അതായത് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ എന്നാലും കിടിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം അന്നൊക്കെ എക്സാം എഴുതും, ഇതൊക്കെ എങ്ങനെ വരിക, നീറ്റിന് 1 മിനിറ്റിന് ഒരു ക്വസ്റ്റ്യൻ അല്ല, ഇതൊന്നും ചോദിക്കാൻ പറ്റില്ല. പക്ഷെ അതിന് നേരെ ഉൾട്ടയാണ് ഇപ്പോൾ ഈ വർഷത്തിൽ. സോ നീ എന്താ ഈ കോഡ് ബ്ലൂവിനെ പറ്റിയിട്ട് നമ്മുടെ നീറ്റ് ആസ്പിറൻസ് ഡോപ്പിൽ ജോയിൻ ചെയ്ത കുട്ടികളുണ്ടാവും, അവരോടൊക്കെ എന്താ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക? ഓരോ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാ വർഷവും, ഈ വർഷം മാത്രമല്ല എല്ലാ വർഷവും നീറ്റിന് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചാപ്റ്ററിൽ 200, 250 or 100, 150 എത്ര ക്വസ്റ്റ്യൻ ആണെങ്കിലും ആ ക്വസ്റ്റ്യൻസ് തെറ്റരുത്. അതായത് ആ ക്വസ്റ്റ്യൻ ഏത് എക്സാമിന് വന്നാലും ശരിയാവണം. പിന്നെ ഒരു തവണ ഇപ്പോൾ പലവരെ ബ്രെയിൻ പല പോലെയാണ്. ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഒരു തവണ ഈ കോഡിൽ മൊത്തം തീർത്താൽ ആ കുട്ടി ഏത് എക്സാമിനും ആ ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റിക്കില്ല. ശരി. അപ്പൊ നിന്റെ ഒരു ഹാബിറ്റ് എങ്ങനെയായിരുന്നു? ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ കോഡ് ബ്ലൂവിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരുന്നത്? ഒഫീഷ്യലി ഞങ്ങൾക്ക് കുറെ എക്സാം കിട്ടിയല്ലോ, ഫസ്റ്റ് മുതലേ ആ ബാച്ച് ആയതുകൊണ്ട് നമുക്ക് കുറെ എക്സാംസ് കിട്ടി. അപ്പോൾ നമുക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് അതിന്റെ ഒരു പാറ്റേൺ നമുക്ക് കോഡ് ബ്ലൂവിൽ ഉണ്ടാവും. അതായത് സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പോലും സിമിലർ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് പിന്നെ അതിനെ ആൻസർ ചെയ്യാൻ നമ്മുടെ ടാബിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ പിന്നെ ആ ക്വസ്റ്റ്യൻ പിന്നെ തെറ്റിക്കാൻ ചാൻസ് കുറവാണ്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ റൗണ്ട് ചെയ്യാം, സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് അവസാനം വെച്ചിട്ട് നമുക്ക് ടൈം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. എനിക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ ഈ റെസിഡൻഷ്യൽ ഈ ക്ലാസ് റൂമിലാണ് നമ്മുടെ ദിവസത്തിന്റെ ഏകദേശം ഒരു 12, 13, 14 എത്ര സമയം ഇരിക്കുമായിരുന്നു? ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ ഇരിക്കുമായിരുന്നു? 15, 15, 16 മണിക്കൂറൊക്കെ ഈ ക്ലാസ് റൂമിൽ ഈ എൻവയോൺമെന്റിലാണ് നമ്മൾ ഇരിക്കുന്നുണ്ടാവുക. ബാക്കി സമയത്താണ് നമ്മുടെ ബെഡ്റൂമിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവുക. ബെഡ്റൂമിൽ ആക്ച്വലി വാട്ട് വാസ് ആക്ടിവിറ്റീസ്, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? ബെഡ്റൂമിൽ തുടക്കത്തിലൊക്കെ സമയം കുറച്ച് ഒന്ന് ഉറങ്ങാൻ അധികം ടൈം, അവസാനമൊക്കെ എത്തും ബെഡ്റൂം കണ്ടൊരു ഓർമ്മ പോലും ഇല്ല. രാത്രി 12:45, 1 മണിക്ക് ഇറങ്ങും, എനിക്ക് കിടക്കും. പിറ്റേ ദിവസം 6:15, കയറും. പിന്നെ ഒരു ഓർമ്മ തന്നെയല്ല. ശരിക്കും ഇങ്ങനെ ഒരു സജഷനും കൂടി ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ, ബെഡ്റൂമിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് ശരിക്കും വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ബെഡ്റൂം സാധനങ്ങളൊക്കെ? അപ്പൊ സാറെന്ന് പറഞ്ഞ ഉറക്കം അത് ഇമ്പോർട്ടന്റ് ആണ്. 6 hours എന്തായാലും ഒരു കുട്ടി ഹെൽത്തി പഠിപ്പിന് വേണ്ടിയിട്ട് എന്തായാലും ഉറങ്ങണം. അതിന് വേണ്ട ഒരു ബേസിക് ഫെസിലിറ്റി എന്തായാലും ഒരു ഹോസ്റ്റൽ അല്ലെങ്കിൽ ഒരു ഇതിന് വേണം. അപ്പോൾ നമ്മുടെ റൂമിൽ ഒരു ഡബിൾ ഡെക്കർ ബെഡും സാധനങ്ങളും സംഗതികളും അവിടെ കിടക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് വേറെ എന്തൊക്കെ സാധനങ്ങളായിരുന്നു അവിടെ അവൈലബിൾ ഫെസിലിറ്റീസ്? അവിടെ വാർഡ്രോബ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ നമുക്ക് എക്സ്ട്രാ ബുക്സ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ വെക്കാം, നമ്മൾ തുണി ഡ്രസ്സ് വെക്കാം. പിന്നെ നമ്മുടെ ലഗേജ് എന്തായാലും കുട്ടി നമ്മുടെ കുറച്ച് ഒരു വർഷത്തെ ഒരു വീട് എന്നുള്ള രീതിക്ക് വരുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് ആ സാധനങ്ങൾ വെക്കാനുള്ള രൂപത്തിൽ. എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു ജീവിതം, സാധനങ്ങൾ, ഭക്ഷണം, ബാക്കി കാര്യങ്ങളൊക്കെ? തുടക്കത്തിലൊക്കെ കുറച്ച് ലൈറ്റ് ആയിട്ട്, പിന്നെ 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 ഫുഡ് കഴിക്കാൻ വരും, അവരൊക്കെ ചുറ്റും ഇരിക്കും. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ്, ക്വസ്റ്റ്യൻ തെറ്റിപ്പോയതൊക്കെ ഉണ്ടെങ്കിൽ അതെന്താ തെറ്റി, എനിക്ക് എത്ര മാർക്ക് പറഞ്ഞാൽ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ല. പക്ഷെ നമ്മൾ എക്സാമിന്റെ ടഫ്നെസ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ആക്ച്വലി അവിടെ ഇരുന്നിട്ട് ഫുൾ ടൈം പഠിത്തത്തിന്റെ കാര്യം മാത്രമേ തമാശയൊക്കെ പറയും. പക്ഷെ അവസാനമൊക്കെ എത്തിയപ്പോൾ ആർക്കും ടൈം ഇല്ലാണ്ട് എല്ലാരും ഫുഡ് അടിക്കുക, പോവുക, കഴിക്കുക ഒരേ സ്ഥലത്ത് മാത്രമാണ്. വാട്ട് ഈസ് ദ വൺ സ്പെഷ്യാലിറ്റി ഓഫ് ഡോപ്പ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ക്യാമ്പസ്? ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മളെ ഉറക്കത്തിൽ പോയി നമ്മൾ ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ മോർണിംഗിലാണെങ്കിൽ ഇപ്പോൾ സാറിന് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഇപ്പൊ എക്സാം എഴുതുന്ന രീതി, അപ്പൊ നമ്മൾ നീറ്റിനെ പറ്റി ചിന്തിക്കണം. പിന്നെ ഒഫീഷ്യലി നമ്മൾ പഠിക്കുന്ന ടൈമിൽ നീറ്റിനെ പറ്റിയാണ്. ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു 1/2 മണിക്കൂറേ കിട്ടും. ആ ടൈമിൽ എന്നെ പലരും പല എക്സാമിനെ പറ്റിയിട്ട്, ഇനി വരുന്ന എന്നെ സാറിനെ പറ്റിയിട്ട്, ക്ലാസ്സസിനെ പറ്റിയിട്ട്, ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ടൊക്കെ, ടാർഗറ്റിനെ പറ്റിയിട്ട് നമ്മൾ എവിടേക്കും വേറെ പോകുന്നില്ല. നമ്മൾ ആ ഒരു ലോകത്ത് മാത്രം നമ്മൾ ശ്രദ്ധ മാറാൻ പോലും നമുക്ക് ഓട്ടോമാറ്റിക്കലി പറ്റില്ല. നമ്മൾ ആ ലോകത്ത് തന്നെ ആയിരിക്കും. 600 ഉള്ള ഒരാൾ 650 തന്നെ എത്തിക്കാൻ നോക്കും. 650 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ചു തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്.
വലിയ വ്യത്യാസം. വ്യത്യാസമോ സാധനങ്ങളോ തോന്നിയിട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇതാണ് നമ്മുടെ ഒരു റെസിഡൻഷ്യലിലെ ക്ലാസ് റൂം സാധനങ്ങളും അവിടെ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ കോഡ് ബ്ലൂ പോലത്തെ ആക്ടിവിറ്റീസ്, നമ്മുടെ ഷെഡ്യൂളുകൾ, കാര്യങ്ങൾ, കുട്ടികളെ കംപ്ലീറ്റ്ലി ഇമ്മേഴ്സീവ് ആയിട്ടിരിക്കുന്ന രൂപത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മോണിറ്റേർഡ് ആയിട്ടുള്ള 24 hour അവൈലബിൾ ആയിട്ടുള്ള ട്രാവലൊന്നും ഇല്ലാതെ ഇരുന്ന് പഠിക്കുന്ന ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് വേണ്ടതെങ്കിൽ ഡോപ്പ റെസിഡൻഷ്യൽ ഈസ് യുവർ ഓപ്ഷൻ. ഡെഫിനറ്റ്ലി കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും, അവർ നിങ്ങളെ ഡെയിലി നമ്മൾ കാണിച്ചു തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് കലണ്ടർ അടക്കമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെ മോണിറ്റർ ചെയ്യുന്നു. അവരാണെങ്കിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഉഴപ്പാൻ വേണ്ടി പറ്റില്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി പറ്റും. നമ്മളുടെ പാതി നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു തരും. നിങ്ങളുടെ പാതി ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇരിക്കുന്ന ക്യാമ്പസിനെ പറ്റി പറയുകയാണ്, തൃശ്ശൂർ റെസിഡൻഷ്യൽ ഈസ് എ വണ്ടർഫുൾ ഓപ്ഷൻ. നിങ്ങൾക്ക് പാലക്കാട്, എറണാകുളം അല്ലെങ്കിൽ പത്തനംതിട്ട, ആലപ്പുഴ ആ ഭാഗത്തേക്കുള്ള ആളുകൾക്ക്, പേരൻസിനാണെങ്കിലും വന്ന് വിസിറ്റ് ചെയ്തിട്ടൊക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും അടുത്ത സ്ഥലമാണ് തൃശ്ശൂർ. ഡെഫിനറ്റ്ലി യു ക്യാൻ ചൂസ് ദെയർ. ആൻഡ് ഈ ക്യാമ്പസ് സെയിം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതേ ക്യാമ്പസിലേക്ക് തന്നെ വന്നിരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റുന്ന സാധനമായിരിക്കും. സോ അടിപൊളിയാക്കാം. ഈ ക്ലാസ് റൂമിൽ നിന്ന് എല്ലാ ദിവസവും നിങ്ങളെ കണ്ടുമുട്ടാം, നേരിട്ട് സംസാരിക്കാം, കൃത്യമായ മോണിറ്റേർഡ് ആയിരിക്കും. നമുക്ക് റിസൾട്ടിലേക്ക് നടന്ന് പോകാം എന്നുള്ളതാണ് പറയാനുള്ളത്. എന്താ പറയാനുള്ളത് ഫൈനലി? നന്നായി പഠിക്കുക, പാരൻസിനെ പ്രൗഡാക്കുക.